PSC ഹോൾ ടിക്കറ്റിൻ്റെ ICDS സൂപ്പർവൈസർ റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ 34 മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അങ്കണവാടി കുട്ടികളിൽ സംഭാഷണശേഷി വളർത്താൻ ഏറ്റവും ഉചിതമായത് താഴെ പറയുന്നതിൽ ഏതാണ്? കുട്ടികൾക്ക് സ്വതന്ത്ര സംഭാഷണത്തിന് അവസരം നൽകുക. അങ്കണവാടി കുട്ടികളിൽ സംഭാഷണശേഷി വളർത്താൻ ഏറ്റവും ഉചിതമായത് കുട്ടികൾക്ക് സ്വതന്ത്ര സംഭാഷണത്തിന് അവസരം നൽകുക എന്നതാണ്. ചിത്രങ്ങൾ നോക്കി കഥ പറയുന്ന കുട്ടി പ്രകടിപ്പിക്കുന്ന ശേഷി എന്ത്? ചിത്രങ്ങളിലെ ദൃശ്യങ്ങളിൽ നിന്ന് സംഭവങ്ങൾ ഗ്രഹിച്ച് വാചികമായി അവതരിപ്പിക്കുന്നു. ചിത്രങ്ങൾ നോക്കി കഥ പറയുന്ന കുട്ടി പ്രകടിപ്പിക്കുന്ന ശേഷിയാണ് ചിത്രങ്ങളിലെ ദൃശ്യങ്ങളിൽ നിന്ന് സംഭവങ്ങൾ ഗ്രഹിച്ച് വാചികമായി അവതരിപ്പിക്കുന്നു. ജവഹർ നവോദയ വിദ്യാലയങ്ങൾ രാജ്യത്ത് സ്ഥാപിതമായത് ഏത് നയരേഖയനുസരിച്ചാണ്? ദേശീയ വിദ്യാഭ്യാസ നയം 1986. 1986 ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ചാണ് ജവഹർ നവോദയ വിദ്യാലയങ്ങൾ രാജ്യത്ത് സ്ഥാപിതമായത്. കേരളത്തിന്റെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആര്? ജോസഫ് മുണ്ടശ്ശേരി. കേരളത്തിന്റെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയാണ് ജോസഫ് മുണ്ടശ്ശേരി. ICDS സംസ്ഥാനത്തിന്റെ ഏതു വകുപ്പിന് കീഴിലാണ്? സാമൂഹിക നീതി വകുപ്പ്. ICDS സംസ്ഥാനത്തിന്റെ സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിലാണ്. ശിശുവികാസത്തിൽ മൂലധനമായി കണക്കാക്കുന്നത് ഏതാണ്? പാരമ്പര്യം. ശിശുവികാസത്തിൽ മൂലധനമായി കണക്കാക്കുന്നത് പാരമ്പര്യമാണ്. അങ്കണവാടികളിൽ സംഘമായി പാടാൻ നിർദ്ദേശിക്കുന്നത് എന്തുകൊണ്ട്? കുട്ടികളിൽ ആത്മവിശ്വാസം ജനിക്കാൻ വേണ്ടി. കുട്ടികളിൽ ആത്മവിശ്വാസം ജനിക്കാൻ വേണ്ടിയാണ് അങ്കണവാടികളിൽ സംഘമായി പാടാൻ നിർദ്ദേശിക്കുന്നത്. ഒറ്റക്കാലിൽ ചാടുന്നു, വസ്ത്രം ധരിക്കുന്നു, അഴിക്കുന്നു, വരകളിലൂടെ കത്രിക ഉപയോഗിച്ച് മുറിക്കുന്നു. ഈ പ്രവൃത്തികളിൽ കുട്ടി പ്രാപ്തി നേടുന്നത് പൊതുവെ ഏത് പ്രായത്തിലാണ്? 4 വയസ്സിൽ. ഒറ്റക്കാലിൽ ചാടുന്നു, വസ്ത്രം ധരിക്കുന്നു, അഴിക്കുന്നു, വരകളിലൂടെ കത്രിക ഉപയോഗിച്ച് മുറിക്കുന്നു. ഈ പ്രവൃത്തികളിലെല്ലാം കുട്ടി പ്രാപ്തി നേടുന്നത് പൊതുവെ 4 വയസ്സിലാണ്. ഒരു വ്യക്തി തന്റെയും മറ്റുള്ളവരുടെയും വികാരങ്ങളുടെ ദിശാഗതി നിയന്ത്രിക്കാൻ താരതമ്യേന പ്രാപ്തനാണ്. അയാളിൽ ഏത് മേഖലയാണ് പ്രബലമായിരിക്കുന്നത്? വൈകാരിക വികാസം. ഒരു വ്യക്തി തന്റെയും മറ്റുള്ളവരുടെയും വികാരങ്ങളുടെ ദിശാഗതി നിയന്ത്രിക്കാൻ താരതമ്യേന പ്രാപ്തനാണ്. അയാളിൽ വൈകാരിക വികാസ മേഖലയാണ് പ്രബലമായിരിക്കുന്നത്. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്ര പദ്ധതിയിൽ താഴെ പറയുന്ന ഏതിനാണ് പ്രാബല്യം? സമഗ്രത. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്ര പദ്ധതിയിൽ സമഗ്രതയ്ക്കാണ് പ്രാബല്യം. വാസനകൾ പ്രകടിപ്പിച്ച് തൃപ്തിപ്പെടുത്തുന്നതിൽ ചുണ്ടുകൾക്ക് വലിയ സ്ഥാനമുണ്ടെന്ന് സ്ഥാപിച്ച മനഃശാസ്ത്രജ്ഞനാര്? സിഗ്മണ്ട് ഫ്രോയിഡ്. വാസനകൾ പ്രകടിപ്പിച്ച് തൃപ്തിപ്പെടുന്നതിൽ ചുണ്ടുകൾക്ക് വലിയ സ്ഥാനമുണ്ടെന്ന് സ്ഥാപിച്ച മനഃശാസ്ത്രജ്ഞനാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. നിങ്ങളുടെ അങ്കണവാടിയിലെ ലിജി എന്ന കുട്ടിയുടെ പെരുമാറ്റ രീതികൾ പ്രത്യേക തരത്തിലാണ്. കുട്ടി അധികം സംസാരിക്കുന്നില്ല, കൂട്ടുകൂടുന്നില്ല, പലപ്പോഴും ഒറ്റപ്പെട്ട് കഴിയാൻ ശ്രമിക്കുന്നു. ഈ കുട്ടിയുടെ മാനസിക പ്രശ്നങ്ങൾ അറിഞ്ഞ് പരിഹരിക്കാൻ നിങ്ങൾ താഴെ പറയുന്നതിൽ ഏത് മാർഗമാണ് സ്വീകരിക്കുക? കേസ് സ്റ്റഡി. ഈ കുട്ടിയുടെ മാനസിക പ്രശ്നങ്ങൾ അറിഞ്ഞ്
കേസ് സ്റ്റഡി മാർഗമാണ് സ്വീകരിക്കേണ്ടത്. സ്വന്തം കൈകൾ സ്റ്റിയറിംഗ് തിരിക്കുന്നത് പോലെ തിരിക്കുന്നു. ചുണ്ടുകൊണ്ട് വാഹനത്തിന്റെ ശബ്ദമുണ്ടാക്കുന്നു. വാഹന ചലനം പോലെ നീങ്ങുന്നു. അങ്കണവാടി കുട്ടികളുടെ ഈ പ്രവൃത്തി ഏതിന്റെ ഫലമാണ്? ഭാവന. സ്വന്തം കൈകൾ സ്റ്റിയറിംഗ് തിരിക്കുന്നത് പോലെ തിരിക്കുന്നു. ചുണ്ടുകൊണ്ട് വാഹനത്തിന്റെ ശബ്ദമുണ്ടാക്കുന്നു. വാഹന ചലനം പോലെ നീങ്ങുന്നു. അങ്കണവാടി കുട്ടികളുടെ ഈ പ്രവൃത്തി ഭാവനയുടെ ഫലമാണ്. ഒരു കാര്യത്തിലും തുടർച്ചയായി ശ്രദ്ധ ചെലുത്താൻ കഴിയുന്നില്ല. വല്ലാതെ ഇളകി കളിക്കുന്ന രീതി. ഈ അവസ്ഥയ്ക്കുള്ള മനഃശാസ്ത്രപരമായ പേരെന്ത്? ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ഒരു കാര്യത്തിലും തുടർച്ചയായി ശ്രദ്ധ ചെലുത്താൻ കഴിയുന്നില്ല. വല്ലാതെ ഇളകി കളിക്കുന്ന രീതി. ഈ അവസ്ഥയ്ക്കുള്ള മനഃശാസ്ത്രപരമായ പേരാണ് ADHD, അതായത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ഓട്ടത്തിലും ചാട്ടത്തിലും അവൾ എല്ലാ ദിവസവും ഒന്നാമതാണ്. എന്നാൽ മറ്റു കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടത്ര പ്രാപ്തയല്ല. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തമനുസരിച്ച് ഈ കുട്ടിക്ക് ഏത് ബുദ്ധിമേഖലയിലാണ് മികവ് പുലർത്താൻ കഴിയാത്തത്? ഭാഷാപര ബുദ്ധി. ഓട്ടത്തിലും ചാട്ടത്തിലും അവൾ എല്ലാ ദിവസവും ഒന്നാമതാണ്. എന്നാൽ മറ്റു കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടത്ര പ്രാപ്തിയില്ല. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തമനുസരിച്ച് ഈ കുട്ടിക്ക് ഭാഷാപര ബുദ്ധിയിലാണ് മികവ് പുലർത്താൻ കഴിയാത്തത്. കുട്ടികൾക്ക് പഠിക്കാനുള്ള കളിക്കോപ്പുകൾ നിർമ്മിച്ച വിദ്യാഭ്യാസ പ്രവർത്തക ആരാണ്? മറിയ മോണ്ടിസോറി. കുട്ടികൾക്ക് പഠിക്കാനുള്ള കളിക്കോപ്പുകൾ നിർമ്മിച്ച വിദ്യാഭ്യാസ പ്രവർത്തകയാണ് മറിയ മോണ്ടിസോറി. കുട്ടിയെ പഠിക്കാൻ പഠിപ്പിക്കുകയാണ് വേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ട വിദ്യാഭ്യാസ വിദഗ്ധൻ ആരാണ്? ജെറോം എസ് ബ്രൂണർ. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത് തന്നെയാണ്. കുട്ടിയെ പഠിക്കാൻ പഠിപ്പിക്കുകയാണ് വേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ട വിദ്യാഭ്യാസ വിദഗ്ധനാണ് ജെറോം എസ് ബ്രൂണർ. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം അനുസരിച്ച് ദൃശ്യ സ്ഥലപര ബുദ്ധിയിൽ മികവ് കാട്ടുന്ന കുട്ടിയിൽ പ്രകടമാകുന്ന ശേഷി താഴെ പറയുന്നതിൽ ഏതായിരിക്കും? അനുപാതം പാലിച്ച് ചിത്രരചന നടത്തുന്നു. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം അനുസരിച്ച് ദൃശ്യ സ്ഥലപര ബുദ്ധിയിൽ മികവ് കാട്ടുന്ന കുട്ടിയിൽ പ്രകടമാകുന്ന ശേഷിയാണ് അനുപാതം പാലിച്ച് ചിത്രരചന നടത്തുന്നു എന്നത്. താഴെ പറയുന്നതിൽ ഏതാണ് കുട്ടിയുടെ ആദ്യത്തെ പരിസ്ഥിതി? കുടുംബം. കുടുംബമാണ് കുട്ടിയുടെ ആദ്യത്തെ പരിസ്ഥിതി. ബുദ്ധിയെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങളിൽ സംഘഘടക സിദ്ധാന്തം ഗ്രൂപ്പ് ഫാക്ടേഴ്സ് തിയറി അവതരിപ്പിച്ചതാര്? തോൺഡൈക്ക്. ബുദ്ധിയെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങളിൽ സംഘഘടക സിദ്ധാന്തം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഫാക്ടേഴ്സ് തിയറി അവതരിപ്പിച്ച വ്യക്തിയാണ് തോൺഡൈക്ക്. IQ ടെസ്റ്റ് പ്രകാരം സദോഷ മനസ്കൻ മെന്റലി റിട്ടാർഡഡ് എന്ന് പരിഗണിക്കുന്നത് താഴെ പറയുന്നതിൽ ഏത് ബുദ്ധിമാനമുള്ളവരെയാണ്? 70-ൽ താഴെ. IQ ടെസ്റ്റ് പ്രകാരം സദോഷ മനസ്കൻ അതായത് മെന്റലി റിട്ടാർഡഡ് എന്ന് പരിഗണിക്കുന്നത് 70-ൽ താഴെ ബുദ്ധിമാനമുള്ളവരെയാണ്. കുട്ടികളിൽ നിരീക്ഷണം, ശ്രദ്ധ, യുക്തിചിന്തനം, ഗുണാത്മക ചിന്തനം തുടങ്ങിയ ശേഷികൾ വികസിക്കുന്നത് ഏത് മേഖലയുടെ വികാസമാണ് കാണിക്കുന്നത്? ബൗദ്ധിക വികാസം. കുട്ടികളിൽ നിരീക്ഷണം, ശ്രദ്ധ, യുക്തിചിന്തനം, ഗുണാത്മക ചിന്തനം തുടങ്ങിയ ശേഷികൾ വികസിക്കുന്നത് ബൗദ്ധിക വികാസ മേഖലയുടെ വികാസമാണ് കാണിക്കുന്നത്. കാണുക, കേൾക്കുക തുടങ്ങിയവയിലൂടെ ലഭിക്കുന്ന അനുഭവങ്ങൾ
ഓർമ്മയിൽ കുറച്ചു നേരം നിലനിൽക്കും. ഈ ഓർമ്മ ഏതു പേരിൽ അറിയപ്പെടുന്നു? സംവേദന സ്മരണ, അതായത് സെൻസറി മെമ്മറി. കാണുക, കേൾക്കുക തുടങ്ങിയവയിലൂടെ ലഭിക്കുന്ന അനുഭവങ്ങൾ ഓർമ്മയിലെ കുറച്ചു നേരം നിലനിൽക്കും. ഈ ഓർമ്മ സെൻസറി മെമ്മറി അല്ലെങ്കിൽ സംവേദന സ്മരണ എന്നാണ് അറിയപ്പെടുന്നത്. ശാരീരിക വളർച്ച, വികാസം എന്നിവയിൽ ഒരു വ്യക്തി അതീവ ശ്രദ്ധാലുവാകുന്നത് വളർച്ചയുടെ ഏത് ഘട്ടത്തിലാണ്? കൗമാരം. ശാരീരിക വളർച്ച, വികാസം എന്നിവയിൽ ഒരു വ്യക്തി അതീവ ശ്രദ്ധാലയാകുന്നത് വളർച്ചയുടെ കൗമാരഘട്ടത്തിലാണ്. IQ ടെസ്റ്റ് പ്രകാരം ബുദ്ധിമാൻ, അതായത് ബ്രൈറ്റ് എന്ന വിഭാഗത്തിൽ പെടാൻ നേടേണ്ട ബുദ്ധിമാനം ഏതാണ്? 110 മുതൽ 119. IQ ടെസ്റ്റ് പ്രകാരം ബുദ്ധിമാൻ, ബ്രൈറ്റ് എന്ന വിഭാഗത്തിൽ പെടാൻ നേടേണ്ട ബുദ്ധിമാനം 110 മുതൽ 119 വരെയാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. മികച്ച ബുദ്ധിശക്തി ഉള്ളവരുടെ മക്കളെല്ലാം മികച്ച ബുദ്ധിശക്തി ഉള്ളവരായിരിക്കും. ഇത് ഒരു തെറ്റായ പ്രസ്താവനയാണ്. അപ്പൊ തെറ്റ് പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? മികച്ച ബുദ്ധിശക്തി ഉള്ളവരുടെ മക്കളെല്ലാം മികച്ച ബുദ്ധിശക്തി ഉള്ളവരായിരിക്കും എന്നത് ഒരു തെറ്റായ പ്രസ്താവനയാണ്. ജിത്തു എന്ന കുട്ടിയെക്കുറിച്ച് അങ്കണവാടി ടീച്ചർ പറയാറുണ്ട്. കുട്ടി പുതിയ സാഹചര്യങ്ങളോട് അനുരൂപീകരണം നടത്തുകയും സാഹചര്യങ്ങളെ തനിക്ക് അനുകൂലമായി മാറ്റി തീർക്കുകയും ചെയ്യാൻ പ്രാപ്തനാണ്. ടീച്ചറുടെ ഈ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് എന്ത് ഗ്രഹിക്കാം? കുട്ടിക്ക് മെച്ചപ്പെട്ട ബുദ്ധിശക്തിയുണ്ട്. ടീച്ചറുടെ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് കുട്ടിക്ക് മെച്ചപ്പെട്ട ബുദ്ധിശക്തിയുണ്ട് എന്നതാണ്. ബുദ്ധിയെ സംബന്ധിച്ച് ദ്വിഘടക സിദ്ധാന്തം, 2 ഫാക്ടർ തിയറി അവതരിപ്പിച്ചതാര്? ചാൾസ് പിയർമാൻ. ബുദ്ധിയെ സംബന്ധിച്ച് ദ്വിഘടക സിദ്ധാന്തം അല്ലെങ്കിൽ 2 ഫാക്ടർ തിയറി അവതരിപ്പിച്ച വ്യക്തിയാണ് ചാൾസ് പിയർമാൻ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ സ്വീകാര്യമല്ലാത്തത് ഏത്? സ്വീകാര്യമല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മൂന്ന് വയസ്സിന് മുമ്പ് കുട്ടികളെ അങ്കണവാടിയിൽ ചേർത്ത് ഗണിത ക്രിയകൾ ചെയ്യിക്കണം. ഇത് സ്വീകാര്യമല്ലാത്ത ഒരു പ്രസ്താവനയാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ സ്വീകാര്യമല്ലാത്തത് ഏതാണ്? 3 വയസ്സിന് മുമ്പ് കുട്ടികളെ അങ്കണവാടിയിൽ ചേർത്ത് ഗണിത ക്രിയകൾ ചെയ്യിക്കണം എന്നത് ഒരു സ്വീകാര്യമായ പ്രസ്താവനയല്ല. ഇത് സ്വീകാര്യമല്ലാത്തതാണ്. കുട്ടികളുടെ പ്രവർത്തന മികവിനെ സ്വാധീനിക്കുന്നില്ല എന്ന് നിങ്ങൾ കരുതുന്നത് ഏത്? കുട്ടിയുടെ ലിംഗഭേദം. കുട്ടിയുടെ പ്രവർത്തന മികവിനെ സ്വാധീനിക്കുന്നില്ല എന്ന് കരുതുന്നത് കുട്ടിയുടെ ലിംഗഭേദമാണ്. ഒരു കുട്ടിയുടെ പാരമ്പര്യ ഘടകങ്ങളും കുടുംബ സാമൂഹിക ഘടകങ്ങളും അവരുടെ നേട്ടങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് കണ്ടെത്താൻ സ്വീകരിക്കാവുന്ന ഏറ്റവും ഉചിതമായ പഠന രീതി ഏതാണ്? വ്യക്തി പഠനം, അതായത് കേസ് സ്റ്റഡി. ഒരു കുട്ടിയുടെ നേട്ടങ്ങളെ, അതായത് അവരെ സ്വീകരിക്കുന്ന ഏറ്റവും ഉചിതമായ പഠന രീതി വ്യക്തി പഠനം അല്ലെങ്കിൽ കേസ് സ്റ്റഡിയാണ്. കുടുംബ
കുടുംബാംഗങ്ങളുടെ എണ്ണം, സഹോദര ബന്ധങ്ങൾ, രക്ഷാകർത്താക്കൾക്കിടയിലെ സ്നേഹബന്ധം തുടങ്ങിയവ കുട്ടിയുടെ വികാസം താഴെ പറയുന്നതിൽ ഏതു വികാസ മേഖലയിലാണ് സ്വാധീനം ചെലുത്തുന്നത്? സാമൂഹികീകരണം. കുടുംബാംഗങ്ങളുടെ അല്ലെങ്കിൽ സഹോദര ബന്ധങ്ങൾ, രക്ഷാകർത്തൃ ബന്ധങ്ങൾക്കിടയിലെ സ്നേഹബന്ധം തുടങ്ങിയവ കുട്ടിയുടെ സാമൂഹികീകരണത്തിലാണ് സ്വാധീനം ചെലുത്തുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക വെല്ലുവിളി നേരിടുന്ന കുട്ടിയിൽ പ്രകടമാകാൻ ഇടയുള്ള പ്രത്യേകത എന്താകും? പൊതുവെ ആത്മവിശ്വാസക്കുറവ്. ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക വെല്ലുവിളി നേരിടുന്ന കുട്ടിയിൽ പ്രകടമാകാൻ ഇടയുള്ള പ്രത്യേകതയാണ് പൊതുവെ ആത്മവിശ്വാസക്കുറവ്. ഭാഷണവുമായി ബന്ധപ്പെട്ട പഠന വൈകല്യം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഡിസ്ലെക്സിയ. ഭാഷണവുമായി ബന്ധപ്പെട്ട പഠന വൈകല്യം ഡിസ്ലെക്സിയ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്.